ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഇതാ 2026 കടന്നു വന്നിരിക്കുകയാണ്. 2025 കഴിഞ്ഞുപോയി. നമുക്ക് എവിടെയും എത്താൻ സാധിച്ചിട്ടില്ല എന്ന ചിന്ത കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് 2026 നമ്മുടേതാക്കി മാറ്റാം. കാരണം ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് 2025 നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. 2026 ഈ വിജ്ഞാപനങ്ങളുടെ ഒക്കെ പരീക്ഷയും നടക്കും. അപ്പോൾ ആ 2026 കൂടി നഷ്ടപ്പെടുത്താൻ നമ്മൾ ഇടവരുത്തരുത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറെടുക്കണം, പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, അതായത് ഒരു സമഗ്രമായ ഒരു വിശകലനം നമുക്കിവിടെ നോക്കാം. കാരണം ഒന്നും ആവാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പലപ്പോഴും മോട്ടിവേഷൻ വേണമെന്നൊക്കെ പറയാറുണ്ട്. മോട്ടിവേഷൻ മാത്രം പോരാ, പഠനത്തിൻ്റെ ഏറ്റവും മികച്ച ശ്രദ്ധയും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ 2026 എങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമാക്കാം, ആ നമ്മുടെ പേര് വരുത്തണം 2026 വരുന്ന ഓരോ ലിസ്റ്റുകളിലും. അതിനുള്ള ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ എന്തൊക്കെയെന്നും എങ്ങനെ തയ്യാറെടുത്താൽ പരീക്ഷകളിൽ വിജയിക്കാമെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വളരെ പ്രധാനമായും ചെയ്യേണ്ടത് പഠിക്കുക എന്ന പ്രോസസ്സ് തന്നെയാണ്. പഠിക്കുക, അതായത് എത്രയാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് പഠിക്കുക. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായി റിവിഷൻ ചെയ്യുകയും വേണം. നമുക്ക് പല കാര്യങ്ങളും ഒരുപാട് സമയമൊന്നും ഒരുപാട് കാലമൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായ റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകൂ. ഏറ്റവും ബെസ്റ്റ് ഇന്ന് പഠിക്കുന്നത് ഇന്ന് രാത്രി റിവിഷൻ ചെയ്യുക, തൊട്ടടുത്ത ദിവസം റിവിഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ വളരെ നല്ലതാണ്. അതായത് ഇന്ന് നിങ്ങൾ രാവിലെ ഒരു 6 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ ഉള്ള സമയങ്ങളിലാണ് പഠിച്ചതെന്ന് കരുതുക. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 10 മണി മുതൽ ഒരു 10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്യുക. കാരണം ഇന്ന് പഠിച്ച കാര്യങ്ങളാണ്, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്കത് റിവിഷൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 6:30 മുതൽ ഒരു 7 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക. തലേന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് റിവിഷൻ ചെയ്യുക. പിന്നെ എല്ലാ ആഴ്ചയും നിങ്ങൾ റിവിഷന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക. ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. ശനിയാഴ്ച മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച ശേഷം ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാകുമ്പോൾ റിവിഷനും കഴിഞ്ഞ് ഞായറാഴ്ച നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പരമാവധി PYQയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക എന്നതാണ് പ്രാക്ടീസ് ചെയ്യുക എന്നതിൻ്റെ ഉദ്ദേശം. അതായത് പഠിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകും, പക്ഷെ റിവിഷൻ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒരു 100 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുന്നത് ഒരു 50 അല്ലെങ്കിൽ 55 പേര് മാത്രമായിരിക്കും റിവിഷൻ ചെയ്യുന്നുണ്ടാകുക. അതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ പോലും ഒരു 20, 25 നിൽക്കുന്ന ആളുകൾ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിൽ കൃത്യമായി നിൽക്കുകയും പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങൾ അവിടത്തേക്ക് ഓർമ്മ വരികയും ചെയ്യും. അതാണ് ഈ 3 കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനം. പഠിക്കുക, റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് 3മാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു 50-55% നമുക്കിവിടെ സക്സസ് ആയി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇത് എന്തൊക്കെ പഠിക്കണമെന്ന ആളുകൾ ചോദിക്കാറുണ്ട്. ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അത് 2021 മുതലുള്ള ചോദ്യപേപ്പർ വേണം നിങ്ങൾ നോക്കാൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ, അതുപോലെ 10th ലെവൽ നോട്ടിഫിക്കേഷൻ, പിന്നെ നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ 7ാം ക്ലാസ് നോട്ടിഫിക്കേഷൻ, പിന്നെ CPO എക്സൈസ് ഒക്കെ ഉൾപ്പെടുന്ന 12th ലെവൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ അപേക്ഷ കൊടുത്തിരിക്കുന്നു ഇതിനായിരിക്കും. അപ്പം നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ ഡിഗ്രി തല പരീക്ഷകൾക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഇപ്പം അതില്ല എങ്കിൽ നിങ്ങൾ 10th ലെവലിനും, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു യൂണിഫോം ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലീസുകാരനായിട്ടോ എക്സൈസ് ആയിട്ടോ ഫയർഫോഴ്സുകാരനായിട്ടാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 12th ലെവലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറെടുപ്പ് കൊടുക്കണം. അപ്പം നിങ്ങൾ ഏതിനാണോ തയ്യാറെടുപ്പ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നിങ്ങൾ ഇവിടെ പഠിച്ചു പോകാനുള്ളത്. നിങ്ങളൊരു ഫോഴ്സിന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ CPOയും 10th ലെവലും കൂടി നിങ്ങൾക്ക് നോക്കാം. 10th ലെവലിൻ്റെയും CPO എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിപ്പോകാം. നിങ്ങൾ LGS ആണെങ്കിൽ നിങ്ങൾ LGSഉം 10th പ്രിലിംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് പോകണം.
ഇനി നിങ്ങൾ ഡിഗ്രി ലെവലാണെങ്കിൽ ഇതുവരെ നടന്ന ഡിഗ്രി ലെവലിൻ്റെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അവിടെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ 10th ലെവൽ പഠിക്കുന്നവരും എന്താണ് LGSൻ്റെയും 10th പ്രിലിംസിൻ്റെയും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ CPയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 12th ലെവൽ കൂടി നോക്കിയിട്ട് പോകുന്നത് ഉചിതമായിരിക്കും. ഓക്കെ, അതാണ് ചോദ്യപേപ്പർ നോക്കാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് സിലബസും ഇതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക. അവിടെയാണ് നിങ്ങളുടെ പകുതി വിജയം അവിടെ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ആണ് പഠിക്കുക, അത് പിന്നെ റിവിഷൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ SCRT പഠിക്കണമെന്ന് ചോദിച്ചാൽ SCRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പുതിയ SCRT നിങ്ങൾ 5ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുക. 5 ഇല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് മുതലെങ്കിലും നിങ്ങൾ ഈ പുതിയ SCRT പഠിച്ചു തുടങ്ങുക. അതുപോലെ ഡിഗ്രി തല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും നോക്കേണ്ടതാണ് NCERTയുടെ NCERTയുടെ പാഠപുസ്തകം ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തീർച്ചയായും നോക്കണം. മറ്റുള്ള പരീക്ഷകൾ SCRT കാര്യമായിട്ട് നോക്കിയാൽ മതി. അതുപോലെ തന്നെ തുല്യതാ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. തുല്യതാ പാഠപുസ്തകങ്ങളും വളരെ പ്രാധാന്യത്തോടെ തന്നെ നോക്കിപ്പോവുക. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇത് മൂന്നും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു 70% ഓക്കെ ആവും. 70% ഇവിടെ നിന്ന് മാത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, മലയാളം അതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഇനി എത്ര പഠിക്കണം എന്ന് ചോദിച്ചാൽ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ചെലവഴിക്കണം. പഴയതുപോലെയല്ല, നിയമനങ്ങൾ വളരെ കുറവാണ്. ഇപ്പം നമുക്ക് LDC എടുത്ത് നോക്കാം. നിയമനങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. വളരെ വളരെ പരിതാപകരം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലിസ്റ്റ് വന്ന ആളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 300-200 ഒക്കെ ആളുകളെയാണ്. അതുപോലെ LGS നിയമനം നടന്നിട്ടില്ല എന്ന് വേണം പറയാം. അതുപോലെ LP UP ഒക്കെ നിയമനങ്ങൾ ഒരു ജില്ലയിൽ ഇതുവരെ നടന്നിട്ടില്ല. 8 മാസമായി ലിസ്റ്റ് വന്നിട്ട് ഒരു ആൾക്കും നിയമനം കിട്ടിയിട്ടില്ല. അങ്ങനെ നിയമനങ്ങൾ വളരെ രീതിയിൽ കുറയുന്നു. ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണവും കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ 100-നുള്ളിൽ ഒരാളാവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ 100-നുള്ളിൽ ഒരാളായി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള സർക്കാർ ജോലി എന്ന് പറയുന്നത് സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 100-നുള്ളിൽ വരണം. 100-ൽ ഒരാളായാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ജോലി സാധ്യത ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ രീതിയിലാണ്. ഇനി നമ്മുടെ കമ്പനി ബോർഡ് LGS അല്ലെങ്കിൽ മറ്റേതുപോലെ ഉള്ളതാണെങ്കിൽ കുറച്ചധികം നിയമനങ്ങൾ നടക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 500-നുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമനം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ഈ ന്യൂ ഇയറിൽ നിങ്ങൾ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ്? 2021 മുതലുള്ള ചോദ്യപേപ്പർ ഞാൻ ഏതിൻ്റെ പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് അതിനനുസരിച്ച് നോക്കുമെന്നും SCRT പാഠപുസ്തകങ്ങൾ 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ നമ്മൾ ആരംഭിക്കുമെന്നും തുല്യതാ പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കണ്ടെത്തി അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കുമെന്നും ഉറപ്പാക്കുക. ഒരു ദിവസം 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞതും 1 മണിക്കൂർ റിവിഷനും വേണ്ടി നീക്കി വെക്കുമെന്ന് പറയുക. ഏറ്റവും കുറഞ്ഞതാണ്, അത് അത്രത്തോളം നിങ്ങൾക്ക് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ വിജയത്തെ അത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊരു 8 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇംപ്രൂവ് ആയിരിക്കും. അതുപോലെ ദിവസേന ഒരു ചോദ്യ പേപ്പർ ഉറപ്പായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ദിവസേന നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ വളരെയധികം നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ തരാൻ വേണ്ടി പോവാണ്. അങ്ങനെ തരുന്നതാണ് വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലുമായിട്ട് ലഭിക്കും. ദിവസേന വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. അതിൻ്റെ നോട്ടുകളും നമ്മൾ നിങ്ങൾക്ക് നൽകും. വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ, നോട്ടുകൾ, അല്ലാതെയുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടെലഗ്രാം ചാനലിലും നമ്മുടെ യൂട്യൂബ് ചാനലിലുമായിട്ട് നൽകും. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയും കണ്ടക്ട് ചെയ്യും. അതായത് 5 ദിവസത്തെ ക്ലാസ്, 6ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ, 7ാമത്തെ ദിവസം എന്ന് പറയുന്ന ഞായറാഴ്ച നമ്മൾ ഒരു പരീക്ഷയും കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ 50 മാർക്കിൻ്റെ അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ പരീക്ഷ. ആ പരീക്ഷ വെച്ച് നിങ്ങൾക്ക് വിലയിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. 3 ദിവസം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ കൂട്ടുമായിരിക്കും, കുറക്കില്ല. 3 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പരിപൂർണ്ണ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് വളരെയധികം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നാണ് ഇവിടെ പറയാനുള്ളത്.
അപ്പോൾ ഈ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം.